ഒരു 10 വയസ്സ് പ്രായത്തിൽ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ച് വീട്ടിലേക്ക് വന്ന ദിവസം വെള്ളവസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുമ്പസാരിച്ചൊരുങ്ങി ഈശോയെ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് വന്ന അന്ന് തന്നെ സന്തോഷമാണ്, അടിച്ചു പൊളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നത് ഒരു ഗ്ലാസ് മദ്യമാണ്. അന്ന് ഞാൻ ആ മദ്യം കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖമാണ് എനിക്ക് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് റോബിൻ ആൻ്റണി. എൻ്റെ വീട് കൊച്ചിയിൽ കണ്ണമാലിക്കടുത്ത് ചെറിയ കടവ് എന്നൊരു സ്ഥലത്താണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള സെൻറ്റ് ജോസഫ് ഇടവകയാണ് എൻ്റെ ഇടവക. കഴിഞ്ഞ 20 വർഷമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ച് വലിയ സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കാനായിട്ട് എനിക്ക് ദൈവം ഇടയാക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 20 വർഷത്തിന് മുമ്പ് പാപകരമായ ശാപകഷ്ടമായ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു. തീർത്തും നശിച്ചു പോകും എന്ന് വിചാരിച്ചിരുന്ന, ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ അനന്തമായ യോഗ്യതയാൽ എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിൽ വളരെ ചെറിയ പ്രായം മുതലേ ഞാൻ കാണുന്ന ഒരവസ്ഥ, എൻ്റെ അപ്പൻ മദ്യപിച്ച് വന്ന് അതിക്രൂരമായിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന കാഴ്ചകളാണ്. പലപ്പോഴും ഒത്തിരി തവണ മർദ്ദിച്ചതിന് ശേഷം എൻ്റെ വീടിനടുത്തുള്ള ഒരു കുളത്തിലേക്ക് അമ്മയെ വലിച്ചടിച്ചു കൊണ്ടുപോകും. അവിടെ ഇട്ട് മുക്കിക്കൊല്ലാൻ എന്ന കണക്കെ അപ്പൻ അമ്മയോട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ പെരുമാറും. അന്ന് അത് നോക്കി നിന്ന് കരയാനല്ലാതെ ഞങ്ങൾക്കൊന്നും സാധിച്ചിരുന്നില്ല. തുടർന്നുള്ള ജീവിതങ്ങൾ എപ്പോഴും അമ്മ ഞങ്ങളോട് പറഞ്ഞു തരും, മോനെ, ഒരിക്കലും നിങ്ങൾ വളരുമ്പോൾ അപ്പനെ പോലെ ആകരുത്, നല്ല മക്കളാകണം എന്ന് അമ്മ ഉപദേശിക്കും. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് ജീവിതം തുടങ്ങി ഏകദേശം ഒരു 10 വയസ്സ് പ്രായത്തിൽ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ച് വീട്ടിലേക്ക് വന്ന ദിവസം വെള്ളവസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുമ്പസാരിച്ചൊരുങ്ങി ഈശോയെ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് വന്ന അന്ന് തന്നെ സന്തോഷമാണ്, അടിച്ചു പൊളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നത് ഒരു ഗ്ലാസ് മദ്യമാണ്. അന്ന് ഞാൻ ആ മദ്യം കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഏത് സന്തോഷമുള്ള ദിവസം വന്നാലും മദ്യപിക്കണം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണം, അടിച്ചു പൊളിക്കണം, കിട്ടുന്ന ദിവസങ്ങളെല്ലാം പ്രായങ്ങളെല്ലാം അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ ഞാൻ ജീവിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും എനിക്കുണ്ടാകാൻ തുടങ്ങി. 10 വയസ്സിൽ നിന്ന് 23 വയസ്സിലേക്ക് ഞാൻ വളർന്നപ്പോൾ 9ഓളം ക്രിമിനൽ കേസുകളിൽ ഞാൻ പ്രതിയായി. വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ പലരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവർക്കും എന്നോട് വെറുപ്പായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഓരോ ദിവസവും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പണത്തിന് വേണ്ടി എന്തും ചെയ്യുക, കാശിന് വേണ്ടി, ലഹരിക്ക് വേണ്ടി ഏത് തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാം എന്നുള്ള ധാരണയിൽ ഞാൻ മാറിത്തുടങ്ങി. അതിനുവേണ്ടി പല വ്യക്തികളുമായിട്ട്, പല തെറ്റായ ബന്ധങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. പലരെയും പണത്തിന് വേണ്ടി ഉപദ്രവിക്കുന്ന തരത്തിൽ, വൈരാഗ്യം കൊണ്ട് മുറിപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വീട്ടിൽ ഏകദേശം എൻ്റെ 23 വയസ്സിൽ ഒത്തിരി പേരുടെ മനസ്സിനും ശരീരത്തിനും ജീവനും ജീവിതത്തിനുമൊക്കെ തകർച്ച ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ നാളിൽ ഒരു അടിപിടി കേസിൽപ്പെട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ഒളിവിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. തിരിച്ചു വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, മോനെ, എനിക്ക് ഇന്ന് വരെ ഒരു സന്തോഷമോ സമാധാനമോ എനിക്ക് കിട്ടിയിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ഈ കാലമായിട്ടും എനിക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. മക്കളായ നിങ്ങളിൽ നിന്നെങ്കിലും അത് കിട്ടും, എനിക്ക് സംരക്ഷണം കിട്ടും, എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ ഇക്കാലം അത്രയും ജീവിച്ചത്. അപ്പനിൽ നിന്ന് എനിക്ക് വലിയ മർദ്ദനങ്ങളും മുറിവുകളും ചതവുകളും എൻ്റെ ശരീരത്തിൽ വീഴുമ്പോഴും എൻ്റെ മക്കൾ വളരുമ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടുകൂടെ അമ്മ ഞങ്ങളെ വളർത്തിയെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഇപ്പോൾ എന്നിട്ട് അമ്മ പറയുകയാണ്, എനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല, ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് അപ്പനേക്കാളും വലിയ മോശക്കാരായിട്ടാണ്. അതുകൊണ്ട് ഇനി നിങ്ങളിങ്ങനെ ആയതുകൊണ്ട് എനിക്കിനി വലിയ പ്രതീക്ഷ ഒന്നുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, കുറേ നാളായാലും നിങ്ങൾ ചാവും എന്ന് പറയും, ഇന്ന് വരെ ചത്ത് കണ്ടിട്ടില്ലോ, അതുകൊണ്ട് നിങ്ങൾ പോയി ചാവാൻ പറഞ്ഞു. ഉടനെ അമ്മ ഞാൻ ചത്തു തരാം എന്ന് പറഞ്ഞ് അമ്മ വീടിനകത്തേക്ക് കയറി അടുക്കളയിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ മണ്ണെണ്ണ എടുത്ത് അമ്മ തലയിലൂടെ ഒഴിച്ചു.
ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവർ ഇന്ന് ആത്മഹത്യ ചെയ്യുമല്ലോ, ഇന്നിവർ ചത്തു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കുമ്പോൾ അവിടെ തീപ്പെട്ടി കാണുന്നില്ല. തീപ്പെട്ടി കാണാതെ അമ്മ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത പിശാചിങ്ങനെ തരികയാണ്. ഇത് നല്ലൊരു സമയമല്ലേ, ഇപ്പോൾ ഇവരെ കൊന്ന് തള്ളിക്കൂടെ? അപ്പോൾ ഞാൻ ഓർത്തു, പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്പം മാരകായുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് 2.5 അടി നീളമുള്ള ഒരു വടിവാൾ ഞാൻ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ കയ്യിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ മുമ്പിൽ പോയി ഞാൻ നിന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒറ്റ ചിന്ത ഇതാണ്: ഒന്നെങ്കിൽ അമ്മയെ കഴുത്തിന് വെട്ടി കൊല്ലണം, അതല്ലെങ്കിൽ വയറ്റി കുത്തി ഇറക്കി ഇന്ന് തീർക്കണം, എന്തായാലും അമ്മയുടെ ജീവൻ ഇന്ന് എടുക്കണം. അങ്ങനെ ഇവരെ കൊല്ലണമെന്നുള്ള കണക്കിൽ തന്നെ തീരുമാനത്തോടു കൂടെ ഞാൻ അമ്മയുടെ മുമ്പിൽ പോയി നിന്നു. മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുന്ന അമ്മയ്ക്ക് ഇനി ജീവിതമാണോ മരണമാണോ മുന്നിലെന്ന് പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മകനായ എന്നിൽ നിന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പ്രവൃത്തി ഉണ്ടായി. ഞാൻ എൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് അമ്മയുടെ കഴുത്ത് നോക്കി ഞാൻ വെട്ടി. ആദ്യത്തെ വെട്ടുമ്പോൾ മോനെ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് അമ്മ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്ന് തള്ളി മാറ്റി ഞാൻ വെട്ടുന്ന സമയത്ത് എങ്ങനെയോ തെന്നി മാറി ആ വാൾമുനയിൽ നിന്ന് അമ്മ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നിലെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് അലറിക്കരഞ്ഞുകൊണ്ട് വലിയ ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് ഓടി. പിന്നാലെ ഞാൻ ഓടിച്ചിട്ടു. എൻ്റെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ അവരുടെ ജീവൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അന്ന് എനിക്ക് അവരെ കൊന്നു തള്ളാൻ പറ്റിയില്ല. എൻ്റെ അരിച്ചവും ദേഷ്യവും എല്ലാം വീട്ടിൽ വന്നിട്ട് ഞാൻ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഞാൻ തീർത്തു. എന്നിട്ട് എനിക്ക് കിട്ടാവുന്നത്ര മാത്രം ലഹരിയിൽ ഈ ലോകത്തിൻ്റെ മദ്യത്തിൻ്റെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും പിന്നാലെ ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം അമ്മ വീട്ടിൽ വന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടവകയിൽപ്പെട്ട കുറച്ച് പേര് അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. അവരപ്പനുമായിട്ട് ഇരുത്തി സംസാരിച്ചിട്ട് അമ്മ അവിടെ നിർത്തിയിട്ട് പോയി. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഈ പ്രവൃത്തി, ഞാൻ ഈ അമ്മയോട് ഞാൻ ചെയ്ത ഈ ദുഷ്ടത, അമ്മയോട് ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ അമ്മയുടെ മാനസിക നില തകർന്ന് അമ്മ ഒരു ഭ്രാന്തിയായിട്ട് മാറി. ഒരു കാര്യവും സ്ഥിരതയോടെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു മനസ്സിന് വളരെ മനസ്സിന് വളരെ അസ്വസ്ഥയുള്ള വിഭ്രാന്തിയുള്ള ഒരു അവസ്ഥയിലേക്ക് അമ്മ മാറി തുടങ്ങി. അപ്പോഴൊന്നും ഞങ്ങൾക്ക് വേണ്ടത്ര പശ്ചാത്താപമോ പാപബോധമോ ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന കണക്കിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞു, എടാ പെട്ടെന്ന് വീട്ടിൽ ചെല്ല്, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മാനസിക രോഗിയായിരിക്കുന്ന അമ്മയെ അപ്പം മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് പുറത്ത് റോട്ടിൽ കൊണ്ടുവന്നിട്ട് അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടു. ഓടിച്ചെന്ന് അപ്പൻ്റെ ഷർട്ടിൽ വലിച്ചു പിടിച്ച് എൻ്റെ ഈ കൈ കൊണ്ട് അപ്പൻ്റെ മുഖത്ത് ഞാൻ ആഞ്ഞടിച്ചു. 2 പ്രാവശ്യം അടിച്ചു. ആ 2 പ്രാവശ്യവും അദ്ദേഹം താഴെ വീണു. പ്രഭാഷകന്റെ പുസ്തകം 3:16 പറയുന്നത്, മാതാവിനെയോ പിതാവിനെയോ പ്രകോപിക്കുന്നവന് കർത്താവിൻ്റെ ശാപം ഏൽക്കേണ്ടി വരുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രവൃത്തി കൊണ്ട്, തിന്മ നിറഞ്ഞ എൻ്റെ ജീവിതം കൊണ്ട്, സ്വാർത്ഥതയുള്ള എൻ്റെ ജീവിതം കൊണ്ട്, അഹങ്കാരമുള്ള ഒരു ജീവിതം കൊണ്ട് ഞാൻ സമ്പാദിച്ചത് ദൈവത്തിൻ്റെ ശാപമാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ സൂക്ഷ്മതയോടെ പാലിക്കുന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ സൂക്ഷ്മതയോടെ പാലിക്കുന്നില്ലെങ്കിൽ സകല പ്രവൃത്തികളിലും നീ ശാപഗ്രസ്തനായിരിക്കുമെന്ന് കർത്താവിൻ്റെ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് ഈ ഒരു അവസ്ഥയിൽ, പാപകരമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോടുമ്പോൾ ഞാൻ നേടിവെച്ചത് മുഴുവനും ദൈവത്തിൻ്റെ ശാപമാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാതെ ആസക്തികളും ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ലഹരിയുടെ അടിമത്തത്തിൽ കിടന്ന് ഞാനിങ്ങനെ പുളയാൻ തുടങ്ങിയ സമയത്ത് പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്നെ വെറുത്തു. എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എന്നെ അറിയുന്നവരെല്ലാവരും എന്നെ പതുക്കെ എന്നെ അകറ്റി തുടങ്ങി. അങ്ങനെ എൻ്റെ വീടിനടുത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ മാറി. കുറച്ച് നാൾ എൻ്റെ വേറെ ഒരു കൂട്ടുകെട്ടുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് എന്നോട് 1-2 പേർക്ക് ഒരു സിമ്പതി തോന്നി. അവർ എന്നെ ഒരു ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 275 പേരടങ്ങുന്ന ഒരു ധ്യാന ടീമിലേക്ക്. അവിടെ എന്നെ ബലമായിട്ട് അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയതാണ്. ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് ആ ഏറ്റവും പിന്നിലിരുന്നു കൊണ്ട് ആ ധ്യാന പ്രസംഗങ്ങളെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം അവിടെ ശ്രദ്ധിച്ചു. അന്ന് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസമാണ്. ധ്യാനത്തിലിരിക്കുന്ന 274 പേരും വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുകയും തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. അന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പാപക്കുഴിയിൽ കിടക്കുന്ന പുത്രൻ
അവന് സ്വബോധമുണ്ടായെന്ന്. അവൻ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അവൻ തിരിച്ചു വരുവാനായിട്ട് മനസ്സ് കാണിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും തങ്ങളുടെ പാപജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അവരവരുടെ പേപ്പറിൽ, ഒരു ബുക്കിൽ അവരവരുടെ പാപങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ സമയത്ത് എനിക്ക് തോന്നി, എനിക്ക് ഒരു ചിന്ത ഇങ്ങനെ വരികയാണ്, എന്തുകൊണ്ട് എനിക്കും ഒന്ന് പുറകിലൊക്കെ ചിന്തിച്ചുകൂടാ? ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിലയിരുത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പന്നിക്കുഴി കിടക്കുന്ന, ശപിക്കപ്പെട്ടവനായി കിടക്കുന്നവനാണ് ഞാൻ, പാപത്തിൽ കിടക്കുന്നവനാണ് ഞാൻ, തകർന്നവനാണെന്ന് എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ വചനം കേട്ടപ്പോഴാണ്. ഞാൻ ഒരു നോട്ട്ബുക്ക് വാങ്ങി അതിൽ നിന്നൊരു പേപ്പർ കഷ്ണം കീറിയെടുത്തിട്ട് ഞാനും ചില പാപങ്ങൾ എഴുതിയെടുക്കാൻ തുടങ്ങി. ആദ്യം എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് വലിയ പാപങ്ങളൊന്നുമില്ല, ഞാൻ വലിയ തെറ്റുകാരനല്ല എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നിരവധിയായ പാപമേഖലകളിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു 100-നടുത്ത് പാപങ്ങൾ എനിക്ക് എഴുതി കുമ്പസാരിക്കേണ്ടതായിട്ട് വന്നു. അന്ന് ഈ പേപ്പറിൽ എൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതിയെടുക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരിക്കലും ഞാൻ കുമ്പസാരിച്ചാൽ പോലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് കിട്ടാത്ത വിധത്തിൽ വലിയ പാപത്തിൻ്റെ കൂമ്പാരമാണ് എന്നിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് വലിയ അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഞാൻ വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി. പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല, എൻ്റെ ഏകദേശം ദിവ്യകാരണ സ്വീകരണം കഴിഞ്ഞിട്ട്, ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുന്നത്. ഞാൻ കുമ്പസാരിക്കാനായിട്ട് എനിക്ക് കിട്ടിയ വൈദികനോട് ഞാൻ കുമ്പസാരിക്കാനായിട്ട് ചെന്ന് എൻ്റെ പാപങ്ങൾ പതുക്കെ പതുക്കെ ഞാൻ ഏറ്റുപറയാനായിട്ട് തുടങ്ങി. അതിനു മുമ്പേ ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു, ഈ പാപങ്ങളെല്ലാം ഞാൻ ദൈവത്തോട് ഏറ്റുപറയും. ഇനി ഒരിക്കലും ഈ പാപം ചെയ്യില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. എൻ്റെ ജീവിതത്തിൽ ഇനി ഈ പാപം ഞാൻ ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഞാൻ ഒരു കാര്യം ഇങ്ങനെ തീരുമാനിച്ചു, എനിക്കറിയാം ഈ ജീവിതത്തിൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും എനിക്ക് വിശുദ്ധിയിൽ നിൽക്കാനായിട്ട് സാധിക്കാത്ത ബലഹീനനായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഒരു ദിവസമെങ്കിൽ ആ ഒരു ദിവസം എനിക്ക് നല്ലവനായിട്ട് ജീവിക്കണം, എനിക്ക് കൃപയിൽ ജീവിക്കണം, എനിക്ക് ഈശോയിൽ ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്ത കാര്യം ഇതാണ്. എൻ്റെ പാപങ്ങളെല്ലാം കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറഞ്ഞു. അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഞാൻ എൻ്റെ പാപജീവിതത്തെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ വരുത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിന് മുമ്പ് ഞാൻ എടുത്ത തീരുമാനം ഇതാണ്, ഇനി ഞാൻ ഈ പാപം ചെയ്യില്ല എന്ന്. എന്നിട്ട് ഞാൻ വൈദികൻ്റെ അടുത്തേക്ക് ചെന്ന് എൻ്റെ പാപങ്ങൾ ഓരോന്നായിട്ട് കണ്ണുനീരോടെ ഞാൻ ഏറ്റുപറയാൻ തുടങ്ങി. ആ സമയത്ത് കുറേ പാപങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വൈദികൻ എന്നെ ആശീർവദിച്ചു, പാപമോചനം തന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിൽ യഥാർത്ഥമായ ലഹരി, യഥാർത്ഥമായ സന്തോഷം, യഥാർത്ഥമായ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറണം. വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും കിട്ടുന്നത് വിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ്. പാപം പോകുന്നതിലൂടെയാണ്, കൃപ വരുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വലിയ സന്തോഷത്തോടുകൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആ കുമ്പസാരക്കൂടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ ഭാരത്തോടെ, ദുഃഖത്തോടെ ഞാൻ കുമ്പസാരക്കൂട്ടിലോട്ട് പോയെങ്കിൽ തിരിച്ച് ഞാൻ വന്നത് വലിയ ആനന്ദത്തോടു കൂടെയാണ്. പിന്നീട് എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വലിയ ശക്തിയും ഉന്മേഷവും എനിക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ ഏറ്റവും പിന്നിലെ സീറ്റ് ഉപേക്ഷിച്ചിട്ട് ഞാൻ മുന്നിൽ പോയിരുന്ന് പിന്നീടുള്ള ധ്യാന വിഷയങ്ങളൊക്കെ ഞാൻ ശ്രമിച്ചു. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ ദാഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ധ്യാനമൊക്കെ തീർന്ന് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ പഴയ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വസ്ത്രധാരണങ്ങൾ, കൂട്ടുകെട്ടുകൾ, ശീലങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം മാറ്റിയിട്ട് ഞാനൊരു പുതിയ വ്യക്തിയാകാനായിട്ട് തീരുമാനിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഉപദ്രവിച്ചു അവരോടൊക്കെ പോയി പലരോടും ഞാൻ മാപ്പ് ചോദിച്ചു, കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു. എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മയോടും അപ്പനോടും എല്ലാവരോടും മാപ്പ് ചോദിച്ചു. ക്ഷമിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ വരാൻ തുടങ്ങി. ആ സമയത്ത് എല്ലാവരും എൻ്റെ ഈ രീതി കണ്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞത്, ഇവൻ ആട്ടുംതോലിട്ട ചെന്നായിയാണ്, ഇവനിങ്ങനെ അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അമ്മയും വിളിച്ചിരുത്തി എൻ്റെ വീട്ടിൽ ഒരു ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. കുടുംബ പ്രാർത്ഥന ആരംഭിച്ചതാണ്. അന്ന് തന്നെ എൻ്റെ അപ്പൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അപ്പൻ എന്നെ ഉപദ്രവിച്ചു. 2-3 പ്രാവശ്യം എന്നെ അടിച്ചു. എന്നിട്ട് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അമ്മയെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു.
ആ സമയത്ത് ഞാൻ അപ്പനുമായിട്ട് വഴക്കിടാനോ ബഹളം വെക്കാനോ തല്ലാനോ ഒന്നും പോയില്ല. ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് അമ്മയുടെ കരച്ചിൽ, ആ സമയത്ത് എനിക്ക് ആത്മാവിലൊരു പ്രേരണ കിട്ടിയതാണ്. ഞാൻ ഈ അമ്മയുടെ സഹനത്തോട് ചേർന്ന് എൻ്റെയും സഹനം കൂടി ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ബോധ്യത്തിനനുസരിച്ച് ഞാൻ ചെയ്തു. കുറേ 3-4 മെറ്റിലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് 2 കരവും വിരിച്ചു പിടിച്ച് എൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരം വീട്ടിലുണ്ടാകുന്ന ഈ കലഹത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. 7 വർഷത്തോളം ഈ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവർ. എന്നാൽ ദൈവമായ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. എൻ്റെ അപ്പനെ ഒരു ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ദൈവവചനം അപ്പനെ മാനസാന്തരപ്പെടുത്തുകയും ഒരു നല്ല അപ്പനായി, നല്ല കുടുംബനാഥനായി, ഒരു ശുശ്രൂഷകനായി എൻ്റെ അപ്പനെ കർത്താവ് തിരിച്ചു തരികയും ചെയ്തു. ഏകദേശം 7 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ ഒരു മാറ്റം കർത്താവ് കൊണ്ടുവന്ന് തന്നു. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് എൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ ഞാൻ വളരെയേറെ ദുഃഖത്തിൽ അസ്വസ്ഥയിലായിരുന്നു. കാരണം പലരും എന്നെ ഉപദ്രവിക്കുന്നു, പലരും എന്നെ പരിഹസിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് പോലും നിയമപാലകരുടെ കയ്യിൽ നിന്ന് ഉപദ്രവം ഏൽക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ വിഷമിക്കുമായിരുന്നു. ആ നാളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഈ ലോകത്തിന് ആർക്കും വേണ്ട, ഞാൻ ഒന്നിനും പറ്റത്തില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മനസ്സ് മുറിയ സമയത്ത് പരിശുദ്ധ ദിവ്യകാരണത്തിന് മുമ്പിൽ പോയിരുന്ന് ഞാൻ കരയും. ആ നാളിൽ എൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു കൂട്ട് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിട്ട് മാറി. എനിക്ക് സങ്കടം പറയാൻ, എനിക്ക് ചിരിക്കാൻ, എനിക്ക് ആശ്വാസം കണ്ടെത്താനുള്ള ഏക വ്യക്തി ഈശോ മാത്രമായി. ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് ഞാൻ എൻ്റെ വേവലാതികളൊക്കെ പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയുക, മോനെ നീ ബൈബിൾ തുറന്ന് വായിക്കുക. ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം എനിക്ക് കിട്ടി. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ശക്തി എന്നിലേക്ക് വരാൻ തുടങ്ങി. കാരണം ഈ ലോകം എന്നെ ഒന്നിനും പ്രയോജനപ്പെടാത്തവനാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ എൻ്റെ അപ്പം പറയുന്നു അദ്ദേഹത്തിന് ഞാൻ ഒന്നുമല്ലെന്ന് പറയുന്നു. എന്നാൽ എൻ്റെ ദൈവമായ കർത്താവ്, എൻ്റെ പാപം കൊണ്ട് ഭാരപ്പെടുത്തിയ, അകൃത്യങ്ങൾ കൊണ്ട് മടിപ്പിച്ച എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് പറയുകയാണ്, ആ ദൈവത്തിന് ഞാൻ വിലപ്പെട്ടതാണെന്ന്, ഞാൻ പ്രിയങ്കരനാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വചനം ഇങ്ങനെ വായിച്ചപ്പോൾ ഈ ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എൻ്റെ ദൈവമാണെന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു, എൻ്റെ മാതാപിതാക്കൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കലല്ല എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു, എൻ്റെ ദൈവം എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നാളിൽ എനിക്കൊരു ധ്യാന ടീമുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയ്ക്ക് പോകാനായിട്ടൊരു അവസരം കിട്ടി. ഞാനവിടെ ഇച്ചിരി പ്രേക്ഷിത പണിയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് പേര് വന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ഇവനെ ഒന്ന് സൂക്ഷിക്കണം, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ 5 ദിവസത്തെ ധ്യാനമുണ്ട്, അതിൽ 1 ദിവസം മാത്രം വന്ന് ഇവിടെ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിപ്പോയാൽ മതി, ബാക്കി 4 ദിവസം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരത് എന്നോട് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ച് അവർ നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്, എന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. ആ സമയത്ത് എനിക്ക് മനസ്സിൽ വല്ലാത്ത ഭാരമുണ്ടായി. കാരണം ഞാൻ ഈശോയിലേക്ക് വന്നിട്ടും എന്നെ ഒന്നിനും പ്രയോജനപ്പെടാത്ത, ഒരു കൃപയും കിട്ടാത്ത ഒരു വ്യക്തിയാണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവർ, അന്ന് പരിശുദ്ധ ദിവ്യകാരനെ ആരാധിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞ കാര്യം ഇതാണ്, എന്നെ വിട്ടുകളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്, നീ കൈവിട്ട ഞാൻ പോയി വീഴുന്നത് പാപക്കുഴിയിലാണ് എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ കണ്ണിൽ ഒരു ദർശനം ഇങ്ങനെ വന്നു. മുൾക്കിരീടം വെച്ച് രക്തത്തിൽ കുളിച്ച് കുരിശും വരെ പിടിച്ചിരിക്കുന്ന ഈശോയെ എനിക്ക് കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസമൊന്നും തോന്നിയില്ല, എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഭയം തോന്നി. ഇതൊരു തോന്നലാണെന്ന് ഞാൻ കരുതി. ഞാൻ കണ്ണ് തുറന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ അകക്കണ്ണിൽ എന്താണോ ഞാൻ കണ്ടത് അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എൻ്റെ ബുദ്ധിയെ, കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വല്ലാതെ അലറിക്കരഞ്ഞ് ഞാൻ ആ ധ്യാന കേന്ദ്രത്തിന് പുറത്തേക്ക് ഓടി. അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷിതർ എന്നെ പിടിച്ച് ഇരുത്തി സമാധാനിപ്പിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, ഇനി നിൽക്കണ്ട, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വലിയ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ ദുഃഖം ഇതായിരുന്നു, ഇനി ഒരിക്കലും ഒരു കർത്താവിന് വേണ്ടിയുള്ളൊരു ശുശ്രൂഷയിൽ ഞാൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ച്, ഞാൻ ഒന്നിനും പ്രയോജനപ്പെടാത്തവനായിപ്പോയല്ലോ, ഞാൻ ശപിക്കപ്പെട്ടവനായിപ്പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുക. കാരണം
ആ ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത വീട് അമ്മ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയ്ക്ക് ഒരു മരുന്ന് പോലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ആ അന്ന് ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നു. അമ്മയുടെ ആ വിഭ്രാന്തി കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ട് പരിപൂർണമായ സൗഖ്യം കൊടുത്ത് എൻ്റെ അമ്മയെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അന്ന് ഞാൻ പിന്നീട് അമ്മയും കൂട്ടിക്കൊണ്ട് ഞാൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. എനിക്കുണ്ടായ അനുഭവം ഞാൻ അവിടെ പറഞ്ഞു. അങ്ങനെ അനേകരെയൊക്കെ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ളൊരു വഴി അന്ന് ദൈവം എനിക്ക് വേണ്ടി തുറന്നു തന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനം കൂടി നേരത്തെ പറഞ്ഞതുപോലെ 7 വർഷത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഉപവാസമെടുത്ത് ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ ഭവനമായിട്ട് എൻ്റെ വീട് കർത്താവ് മാറ്റിത്തന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നെ ദൈവം ഒരു ശുശ്രൂഷനാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഞാൻ കർത്താവിന് കൊടുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള സകലതും വിട്ടിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വിവാഹമൊക്കെ കഴിഞ്ഞ് 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ടാണ് നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തതെന്ന്? എനിക്ക് ഉത്തരവില്ല എന്തുകൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതെന്ന്. പലരും എന്നോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണം നീ ശപിക്കപ്പെട്ടവനാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്ക് എന്നെ വല്ലാതെ ഭാരപ്പെടുത്താൻ തുടങ്ങി. ഇത്രമാത്രം ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടും എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ ആയിപ്പോകുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറയും: അബ്രഹാത്തിന് 100-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കൊടുത്ത ദൈവം എനിക്ക് 200-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവത്തിൻ്റെ നാമം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിന് എന്നോട് പറയുന്നവരോടൊക്കെ ഞാനിങ്ങനെ പറയും: എനിക്ക് 200-ാമത്തെ വയസ്സിൽ തരും, എനിക്ക് ദൈവം 200-ാമത്തെ വയസ്സിൽ തരുമെന്ന്. ഇത് കേട്ട എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു: ആദ്യം തന്നെ പോയിട്ട് ഒരു ഡോക്ടറെ പോയി കാണും, ഡോക്ടറെ പോയി കണ്ടിട്ട് ഒരു ടെസ്റ്റൊക്കെ നടത്തുന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിൽ TT ചാക്കോ എന്നൊരു ഡോക്ടറെ പോയി കണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഇതാണ്: നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ റിസൾട്ടൊക്കെ എല്ലാം അവർ എനിക്ക് തന്നു. 2015 ഏകദേശം സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ്. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചത് ഇതാണ്: ദൈവം ശപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? ദൈവം ശപിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് എന്ന് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു. ഞാൻ അപ്പോഴും എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞത് ഇതാണ്: എനിക്ക് 200-ാമത്തെ വയസ്സിൽ കർത്താവ് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് വീട്ടിലോട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, 2016 ജനുവരി മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു തന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തതാണ്: എൻ്റെ ദൈവം ശപിക്കുന്നവനല്ല, എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. എൻ്റെ ദൈവം ഒരിക്കലും ഞാൻ ചെയ്ത പാപത്തിനൊത്ത് എന്നോട് പകരം ചെയ്യാത്തവനാണ്. സങ്കീർത്തനം 103:10-11 പറയുന്നത്: കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്രകലത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ അവിടെ നിന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്നാണ്. നമ്മുടെ പാപങ്ങളെ ആഴങ്ങളിലേക്ക് കർത്താവ് വലിച്ചെറിയുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾക്കൊത്ത് കർത്താവ് നമ്മളോട് പകരം ചെയ്യാത്തവനാണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴും എൻ്റെ ഭാര്യ ഞാൻ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു: നമുക്ക് കർത്താവ് കുഞ്ഞിനെ തരും, നീ ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നു. ഏകദേശം 2016 ജനുവരി മാസത്തിൽ എൻ്റെ ഭാര്യ ഗർഭിണിയായി. 2016 സെപ്റ്റംബർ 13-ാം തീയതി എനിക്ക് ദൈവമായ കർത്താവ് ഒരു ആൺകുഞ്ഞിനെ തന്നു. ജോനാഥാൻ എന്നവന് പേര് കൊടുത്തു. പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവം ഒരിക്കലും എന്നോട് പകരം ചെയ്യുന്നവനല്ല. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ഞാൻ എൻ്റെ പാപം കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ അകൃത്യം മറച്ചു വെക്കാതിരുന്നപ്പോൾ കർത്താവ് എന്നോട് ക്ഷമിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പാപം കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ, എൻ്റെ കുംഭസാരത്തിലൂടെ എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ എന്നോട് കർത്താവ് ക്ഷമിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ എനിക്ക് നഷ്ടമായിരുന്നോ അതിന് ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് തരാൻ തുടങ്ങി. എൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു.
പ്രിയപ്പെട്ടവരെ, പിന്നീട് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ തുടങ്ങി. കിട്ടുന്ന സമയം മുഴുവനും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. റോമ 14:8 പറയുന്ന പോലെ നാം ജീവിക്കുന്നെങ്കിലോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, മരിക്കുന്നെങ്കിലോ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. ഇതുപോലെ കർത്താവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചു. എൻ്റെ പാപവും എൻ്റെ ശാപവും എല്ലാം എൻ്റെ ദൈവം മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഗലാത്തി 3:13 പറയുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ അനുഭവമായിട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാവരുടെ അടുത്തേക്കും പോയി അവരെയൊക്കെ ധ്യാനത്തിലേക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ നിരവധി പേരെ കർത്താവിൽ ഘടിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നാളിൽ എൻ്റെ വീടിനടുത്ത് നസ്രത്ത് എന്നുള്ള സ്ഥലമുണ്ട്. അതിലൂടെ പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണയാൽ ഞങ്ങളൊരു കാര്യം ഇങ്ങനെ ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക, മോനെ ആ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വീട്ടിലേക്ക് ചെല്ലുക. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പച്ച പെയിൻ്റ് അടിച്ച ഓടിട്ടൊരു വീട് കണ്ടു. ആ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് ആ വീടിൻ്റെ കതകിൽ ഞങ്ങൾ മുട്ടി. വീട് അടച്ചു പൂട്ടിയിരിക്കുന്നതുകൊണ്ട് ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, മുട്ടി വിളിക്കുക. ഞങ്ങൾ വിളിച്ചപ്പോൾ ഒരു മനുഷ്യൻ വാതിൽ തുറന്നു. അദ്ദേഹം മദ്യപിച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വാതിൽ തുറന്ന് ഞങ്ങളെ വീട്ടിനകത്തേക്ക് കയറ്റി. അവിടെ കയറി നിന്ന് എന്ത് പ്രാർത്ഥിക്കണമെന്നോ എന്ത് സംസാരിക്കണമെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ദർശനം പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഒരു കട്ടിൽ താഴത്ത് ഒരു കാലിയായ മദ്യക്കുപ്പി ഇരിക്കുന്നു. അതിനടുത്ത് ഒരു ഗ്ലാസ് മദ്യം ഇരിക്കുന്നു. അതിനടുത്ത് ഒരു കുടുക്ക് കയറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദർശനം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ആ ബെഡ്റൂമിൻ്റെ കട്ടിലിനടിയിൽ നിന്ന് ഒരു കാലിയായ മദ്യക്കുപ്പി എടുത്ത് വെക്കുന്നു, ഒരു ഗ്ലാസ് മദ്യം എടുത്ത് വെക്കുന്നു, ഒരു കുടുക്ക് കയർ എടുത്തിട്ട് ഞങ്ങളെ തന്നിട്ട് ചോദിച്ചു, ബ്രദറെ ഇതാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, അത്ഭുതം തോന്നുന്ന തരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി. അനേകം മനുഷ്യരെ ഇതുപോലെ പാപത്തിൻ്റെ, ആത്മഹത്യയുടെ, തിന്മയുടെ പിടിയിൽ നിന്ന് മോചിച്ചെടുക്കാനായിട്ട് ദൈവം ഞങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റി തുടങ്ങി. ഇങ്ങനെ അനേകരുടെ ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം ഇങ്ങനെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് ജാക്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മകള് ഏകദേശം 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ്. അവൾ ക്യാൻസർ രോഗിയാണ്. ഡോക്ടർ അവളോട് പറഞ്ഞ 6 മാസം വരെ ആ കുട്ടി ജീവിക്കും, അത് കഴിഞ്ഞാൽ കുട്ടി മരിക്കും, സ്നേഹിക്കാൻ പറ്റുന്നത്ര സ്നേഹിക്കുക എന്ന്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഈ കുട്ടിയെ അവർ എല്ലാ ചികിത്സകളും കൊടുത്തിട്ടും പരാജയപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക. ഒരു ദിവസം ഈ മകൻ ഓടി വന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് എന്തോ ആവുമെന്ന്, ഒന്ന് പെട്ടെന്ന് വന്നേ ബ്രദർ എന്ന് പറയുകയാണ്. ഞാൻ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ പരിസരത്തുള്ളവരും ആ വീട്ടിലുള്ളവരും ഒക്കെ കുട്ടി മരണത്തിലേക്ക് പോകുന്നത് നോക്കി നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, നമുക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ നാമം കേട്ട് അവൾ വേണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളിരുന്ന് ജപമാല ചൊല്ലി ഇത് ചെയ്തോളൂ. പ്രിയപ്പെട്ടവരെ, ആ ജപമാല ചൊല്ലുന്ന സമയത്ത് ആ കുഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഇവിടെ ഇപ്പോൾ ഈശോ വന്ന് എന്നെ തൊട്ടുവന്ന്. ആ കുട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് ആദ്യം വിശ്വാസമായില്ല. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. അവൾക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ശരീരത്തിൽ വന്ന വ്യത്യാസം കണ്ട് ഹോസ്പിറ്റലിൽ പോയി അവളെ വീണ്ടും ടെസ്റ്റിന് വിധേയമാക്കി. എന്തായാലും ഡോക്ടർ അത്ഭുതപ്പെടുന്ന തരത്തിൽ ഒരു വലിയ റിസൾട്ട് കർത്താവ് അന്ന് ആ കുഞ്ഞിന് കൊടുത്തു. ഇപ്പോൾ പ്രിയപ്പെട്ടവർ, ആ കുഞ്ഞ് ജീവിക്കുന്നത് 8 വർഷമായി. ആ കുഞ്ഞിന് ഇപ്പോൾ ഒരു രോഗമില്ല. അവളുടെ ശരീരത്തിലുള്ള ക്യാൻസർ രോഗത്തെ കർത്താവ് അന്ന് എടുത്തു മാറ്റിക്കൊണ്ട് സൗഖ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന, ഇതുപോലെ അനുഭവം തരുന്ന ഒരു ദൈവത്തെ മറന്നിട്ട് ഈ ലോകത്തിൻ്റെ ലഹരിയുടെ സന്തോഷത്തിൻ്റെ പിറകെ നടക്കുന്ന നമ്മൾ എത്ര ദോഷന്മാരാണെന്ന് മനസ്സിലാക്കണം. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഈശോയിലൂടെ എനിക്ക് കിട്ടുന്ന ലഹരി ഈ ലോകത്തിന് ഒരിക്കലും തരാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുക. എനിക്ക് കിട്ടിയ ഓരോ ദിവസവും ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുക. എനിക്കിന്ന് ഒരു ദിവസമാണ് ജീവിക്കാൻ പറ്റുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം എനിക്ക് നല്ലവനായിട്ട് ജീവിക്കണം. അതിന് ഈ ലോകം തരുന്ന സുഖമല്ല, എൻ്റെ കർത്താവ് തരുന്ന ആനന്ദം, എൻ്റെ കർത്താവിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം മറന്ന് ഈശോയിൽ ഞാൻ ജീവിക്കുക. എൻ്റെ കുഞ്ഞിനിപ്പോൾ 8 വയസ്സുണ്ട്.
എൻ്റെ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ട്, വലിയ സന്തോഷമുണ്ട്. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമായി. എൻ്റെ അമ്മ എന്നോടൊപ്പം സുഖമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. എൻ്റെ കേസുകൾ, എൻ്റെ പ്രശ്നങ്ങൾ കർത്താവ് എടുത്തു മാറ്റി. എനിക്കിന്ന് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ചുറ്റുപാടുകളുണ്ട്. എല്ലാം ദൈവം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ എന്നിൽ നിന്ന് വിട്ടുപോകും. ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത, എനിക്ക് നഷ്ടമാകാത്ത ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമെന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഈശോയാണ്. ഈ ലോകത്ത് 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി എൻ്റെ ഈശോയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒത്തിരി ലഹരികളുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്, മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ ലോകം തരുന്ന ഏറ്റവും വലിയ ലഹരിയേക്കാളും വലിയ ലഹരിയാണ് ദിവ്യകാരുണ്യം. ഈശോയെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം, ഈശോയെ അറിയുമ്പോൾ ഉണ്ടാകുന്ന, ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ചരിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദമുണ്ടല്ലോ, അത് ഈ ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. എന്നെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നത് ഈശോയിൽ നിന്ന് വരുന്ന ഈ ലഹരിയാണ്. എന്നെ ആനന്ദിപ്പിക്കുന്നത് ഈ ലഹരിയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുക. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ലഹരി എൻ്റെ കർത്താവാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്നെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിലോ ക്രിസ്തുവിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലോകം തരുന്ന നശ്വരമായ സന്തോഷങ്ങളെക്കാളും നശ്വരമായ സുഖങ്ങളെക്കാളും ഉപരി ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വലിയ സംതൃപ്തിയുണ്ട്. ദൈവവചനത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന വലിയ സംതൃപ്തി, അത് നമ്മുടെ ജീവിതത്തെ ആനന്ദിപ്പിക്കും, ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ അത്ഭുതങ്ങൾ, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.